ഫിലിം മാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ധനുവച്ചപുരം സുകുമാരൻ. കഴിഞ്ഞ 50 വർഷത്തിലേറെ കാലമായി യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ വലിയ വക്താക്കളിൽ ഒരാളായി തുടരുന്ന അദ്ദേഹം ഇന്നും യുക്തിവാദ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന കാരണം ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ യുക്തിവാദി സുഹൃത്തുക്കളും പൊന്നമ്പലമേട്ടിലെത്തി വിശ്വാസികൾ വളരെ ആദരവോടെ കാണുന്ന സ്വയംഭൂവാണ് എന്ന് കരുതുന്ന മകരവിളക്കിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തിലെത്തിക്കാൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിലൂടെയാണ്. അന്ന് 50 വർഷങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയ ശ്രമം ഇതിൻ്റെ പിന്നിലെ പല തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരാൻ അന്ന് സഹായിച്ചു. അത് അന്ന് കേരള കൗമുദിയും ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. എന്തായാലും 50 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നും ശബരിമല വിഷയം വളരെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മകരവിളക്ക് ദിവസം വരാൻ പോകുന്നൊരു ചുറ്റുപാടിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ധനുവച്ചപുരം സുകുമാരനും യുക്തിവാദി സുഹൃത്തുക്കളും നടത്തിയ ആ യാത്രയുടെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. പക്ഷേ എങ്ങനെ ഓർക്കുന്നു ഈ 50 വർഷത്തിന് മുമ്പ് മാഷിൻ്റെ അനുഭവങ്ങൾ? അതിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? 1973 തന്നെ മകരജ്യോതിസ് ഒരു തട്ടിപ്പാണെന്നുള്ള കാര്യം അറിയാം. പക്ഷേ അന്നത്തെ സ്ഥിതിയിൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പിടിപാട് ഒന്നുമില്ല. കാരണം ഇത് ഫോറസ്റ്റിൽ എങ്ങനെയാണ് കടന്നു പോകേണ്ടത്, ഫോറസ്റ്റിൽ യാത്രാ സൗകര്യം എങ്ങനെയാണ് എന്നുള്ള ഒരു പിടിയുമില്ല. അങ്ങനെ ആഗ്രഹം വെച്ച് പുലർത്തി കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ അന്ന് യാത്രയ്ക്കുള്ള പണം ഉണ്ടാക്കുക തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു പൊതുവേദിയിൽ പറഞ്ഞിട്ട് പണം ഉണ്ടാക്കാനൊന്നും പറ്റിയില്ലല്ലോ. ഒരു അന്വേഷണ യാത്ര പോകണം. അപ്പം എനിക്ക് ഒരു 100-350 രൂപ എല്ലാം എങ്ങനെയെങ്കിലും അന്ന് ജോലി കിട്ടിയ സമയമാണ്. KSRTC ജോലി കിട്ടിയ സമയമാണ്. ഇങ്ങനെ ഒരു 100-300-350 രൂപ സംഘടിച്ചു പാക്കറ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തിന് മൂഴിയാർ ബസ് അത് അവിടേക്ക് പോകണമെന്ന് അറിയാം. മൂഴിയാർ ബസ് മൂഴിയാറിൽ പോകുമ്പോൾ കൊല്ലത്തിൽ നിന്ന് കൊല്ലം കക്കി പമ്പ എന്നൊരു ബസ് വരും. അപ്പോൾ ആ ബസ് കണക്ഷൻ ബസ് അതിൽ കയറിയാൽ ഈ പമ്പ ഡാമിലെത്താം. പിന്നെ ഇങ്ങനെ ചോദിച്ചു പോവുക എന്നുള്ള കാരണം ഇവിടെ നമ്മുടെ ഫോറസ്റ്റുമായിട്ട് ബന്ധമുള്ള സംഘടനാപരമായിട്ട് കൂടെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പോകുന്നത് ഇതൊക്കെ അവർക്കറിയാം ഇത് തട്ടിപ്പാണ്, നിങ്ങളങ്ങ് ശ്രമിക്കേണ്ട വലിയ കോട്ടയിലേക്കൊന്നും പോകണ്ട എന്നുള്ള പിന്തിരിപ്പിക്കാൻ ആണ് എല്ലാവരും ഇത്. പക്ഷേ എനിക്ക് അതല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം കാണണം. അതിൻ്റെ യാഥാർത്ഥ്യം കാണണമെന്ന് പറഞ്ഞാൽ ഈ മകരജ്യോതിസിൻ്റെ അന്ന് ആകാശവാണി റണ്ണിങ് കമൻട്രിയാണ്. ഫുട്ബോളിൻ്റെ കമൻട്രി പോലെ വൈകുന്നേരം ഒരു 5 മണി മുതൽ ഒരു മകരജ്യോതിസ് കണ്ട് പിന്നെ ആ കമൻട്രി തന്നെ നമ്മളെപ്പോലുള്ളവരെയൊക്കെ കളിയാക്കുകയെന്ന്. അത്ഭുതമാണ്, അത് ഭയങ്കരമാണ്, ആര് എതിർത്താലും അത് ഭയങ്കരമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കമൻട്രി. അപ്പോൾ ഇത് ഈ കമൻട്രിക്കെതിരെ നമ്മൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഫുട്ബോൾ കമൻട്രി പോലെ അവർ കച്ചവടത്തിൻ്റെ ഒരു ആകാശവാണിയാണ് ഏറ്റവും. ദൂരദർശൻ വന്നിട്ടില്ല. ദൂരദർശൻ വന്നത് പിന്നീടാണ്. 84-85 ഒക്കെ ആയിരുന്നു. ആകാശവാണിയാണ് പ്രശ്നം. അത് മാത്രമല്ല ഈ കമൻറ്റേറ്റർ എന്ന് പറയുന്നത് അവിടെ കിട്ടുന്നവരെയൊക്കെ തമിഴന്മാരെയും മലയാളികളെയും അവിടെ കിട്ടുന്നവരെയൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല. അവരുടെ വായിൽ തോന്നി. കാരണം എഴുതി വെച്ചൊന്നുമല്ല. അവർ ഫുട്ബോൾ കമൻട്രി പോലെ അവർക്ക് തോന്നുന്നതെല്ലാം പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷമമുണ്ട്. കാരണം ഇത് നമ്മൾ അന്നേ പഠിച്ചതെന്ന് വെച്ചാൽ ശാസ്ത്രീയമായ ബോധം ജനങ്ങൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഗവൺമെൻറ്. ആകാശവാണിയുടെയും കടമ അതാണ്, മീഡിയയുടെ കടമ അതാണ്. പക്ഷേ എല്ലാ മീഡിയയും ഇതൊരു അത്ഭുത വിളക്കാണ് എന്ന് പറയുന്നത്. വളരെ താമസിച്ച് ഇപ്പോൾ കൈരളി TV വിളക്ക് തെളിച്ചു എന്ന് പറയും. കൈരളി TV ബാക്കിയെല്ലാം വിളക്ക് തെളിഞ്ഞു, അത്ഭുത ഇങ്ങനെ ആത്മീയ നിർവൃതിയോടെ എല്ലാം ഭക്തന്മാർ മലയിറങ്ങി എന്നാണ് ഇപ്പോഴും വാർത്ത വരുന്നത്. അപ്പോൾ അന്ന് മാഷപ്പം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി അവിടെ എത്തി.
എന്നുവെച്ചാൽ മൂഴിയാറിൽ നിന്ന് പറഞ്ഞില്ല, മൂഴിയാറിൽ നിന്ന് കണക്ഷൻ ബസ്സിന് വേണ്ടി വരുന്നു. ഞങ്ങളിപ്പോൾ അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ക്യാൻറ്റീനിൽ കയറിയപ്പോഴാണ് ഈ ബസ് അവിടെ നിർന്ന് അവർ ഉറപ്പ് പറഞ്ഞ് ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചേ പോകും. പക്ഷെ അന്ന് ആ ബസ് നിർത്താതെ പോയി. ഏതാണ്ട് ഒരു 35 കിലോമീറ്റർ എന്ന് ഉദ്ദേശം പറയാനുള്ളൂ. 35 കിലോമീറ്റർ ഉണ്ട് കാട്ടിലൂടെ. ചെറിയ ടാറിട്ട റോഡാണ്, പക്ഷേ രണ്ട് വശവും തിക്ക് വനം. ഒരു ആന നിന്നാൽ പോലും നമുക്കറിയില്ല. പക്ഷേ മനസ്സിൻ്റെ ധൈര്യം എന്ന് വെച്ചാൽ ആന നിന്ന് ആനയെ നമ്മൾ ആക്രമിച്ച് കീഴടക്കും എന്നുള്ള ധൈര്യം. കാരണം ഇത് കണ്ടേ തീരും എന്നുള്ള ഒരു ധൈര്യമാണ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു ദിവസം 13-ാം തീയതിയാണ് ജനുവരി, എല്ലാ വർഷവും കാണുന്നത് ജനുവരി 14-ന് വൈകുന്നേരം 6:30-നും 40-നും. ഇപ്പോൾ ഇക്കൊല്ലവും ജനുവരി 14 6:30-നും 40-നും ഇടയ്ക്ക് ഇക്കൊല്ലവും കാണും. കാണിക്കുമെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ഒരു പരിപാടിയാണിത്. ദേവസ്വം ബോർഡിന്റെ അങ്ങനെ നിങ്ങൾ നടന്ന് 30 കിലോമീറ്ററോളം അവിടെ കാട്ടിൽ കൂടെ നിന്ന് ഏകദേശം വൈകുന്നേരം ആയപ്പോൾ പമ്പാ ഡാം, ശബരിഗിരി പ്രോജക്റ്റ് പമ്പാ ഡാം അടുത്ത്, അവിടെ ഫോറസ്റ്റിലെ കുറേ ജീവനക്കാരെയൊക്കെ അവിടെ ഡ്യൂട്ടിയുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ തന്നെ അവരുടെ കെട്ടിടത്തിൽ തന്നെ പോയി കിടന്നു. അവിടെ ചെറിയൊരു ക്യാൻറ്റീനെ കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ട് വീണ്ടും നടത്തും. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് എല്ലാ വണ്ടികളും പൊന്നമ്പലമേട്ടിലേക്ക് പോകും. ഇവിടെ എല്ലാ ജീപ്പിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ ഫോറസ്റ്റിൻ്റെയോ ജീപ്പിൽ കയറി പോകാം. അതിന് നിയന്ത്രണമൊന്നുമില്ല, കാട്ടിനകമാണല്ലോ. അല്ലാതെ ഒഫീഷ്യലായിട്ട് അനുമതിയൊന്നും വേണ്ട. അത് ഉച്ചയ്ക്ക് തന്നെ. പക്ഷെ അതിന് കാത്തു നിൽക്കാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ അഭിപ്രായം. ഇത് ഐ വിറ്റ്നസ് ആവണം എന്നുള്ള ഒരു ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഞാനും എൻ്റെ കൂടെ ഉള്ള ധനുച്ചെടുത്തുള്ള ഒരു സുഹൃത്തും. അങ്ങനെ ഈ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നേരെ കൊച്ചുപമ്പ, അവിടെ ഏകദേശം ഒരു പമ്പാ ഡാമിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വരും കൊച്ചുപമ്പ എന്ന് പറയുന്ന സ്ഥലം. ഈ കൊച്ചുപമ്പായിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഡയറക്ഷൻ അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചു. അവിടെ താമസക്കാരുണ്ട്, ഈ ഏലം തോട്ടത്ത് ജോലി ചെയ്യുന്ന തമിഴരൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു ഇങ്ങനെ ഈ വഴിയെ പോയാൽ പൊന്നമ്പലം വെട്ടി പോവാം. അവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അവിടെ കാട്ടിനകത്തെ പറ്റി ഞങ്ങൾക്കൊരു രൂപമില്ല. ഞങ്ങളുടെ കയ്യിലൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്, ഇതല്ലാതെ വേറെ ഒരു സാധനമില്ല. വല്ലപ്പോഴും വാർത്തയോ വല്ലതും കേൾക്കാം. നടക്കുകയാണ് ബൈ ഫുഡ്. അവിടെ നിന്ന് പൊന്നമ്പലമേട്ടിലേക്ക് നടന്നു അങ്ങോട്ട് പോയപ്പോൾ കാണാം ഒരു ലക്ഷ്യവുമില്ല. ആ ഒരു ജീപ്പ് റോഡുണ്ട്. ജീപ്പെന്ന് വെച്ചാൽ കാറിനൊന്നും പോകാൻ കഴിയില്ല, ഈ 4 വീൽ ഡ്രൈവ് ജീപ്പിന് മാത്രം കാണാൻ കിട്ടുന്ന. അങ്ങനെ പോയപ്പോൾ കാണാം അവിടെ ഒരു 2 ജീപ്പ് കിടക്കുന്നുണ്ട്. ഒരു ദേവസ്വം ബോർഡിൻ്റെ ജീപ്പൊന്ന്, ഒരു പോലീസിൻ്റെ ജീപ്പ്. പോലീസിൻ്റെ ജീപ്പിൽ ലാത്തിയും ഹാറ്റും ഒക്കെ കിടക്കുകയാണ്. പിന്നെ അവിടെ എടുക്കാൻ അറിയില്ലല്ലോ, റോഡ് കിടക്കും. പക്ഷേ ആ ജീപ്പ് കിടക്കുന്നുള്ള ആരെയും കാണാനില്ല ഇങ്ങോട്ടൊന്ന് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ആ ജീപ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ നടന്ന് കാണാം. ഒരു 5 മണിക്ക് 4:30-5 മണിക്ക് മുമ്പേ വേറൊരു ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജീപ്പാണെന്ന് മനസ്സിലായി. ആ ജീപ്പിൽ വന്ന ആൾക്കാർ ഒരു വഴിയെ കയറി പോകുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അവരെ പിറകിന് പോയി. പിന്നെ അവിടെ ഒരു ചോദ്യം ചെയ്ത് നിങ്ങൾ ആരാണ് എന്താണ് ചോദ്യം ചെയ്ത് അവരെ കൂട്ടത്തിൽ പോയി. അവരെ കയ്യിൽ തേങ്ങായും സാമ്പ്രാണിത്തിരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തോ കാണണം. കുറച്ച് ദൂരം അങ്ങനെ നടന്നു പോയപ്പോൾ തന്നെ വെടിവെച്ച പൊന്നമ്പലമേട്ടിൽ ശബരിമലയിലുള്ള വെടിയുണ്ട്. ഏതാണ്ട് ഏരിയൽ ഡിസ്റ്റൻസിൽ ഒരു 10 കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു. ഒരു ദിശ, കാരണം കാടായതുകൊണ്ട് നമുക്കൊരു കിട്ടില്ല. ഏരിയൽ ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ ഈ മകരജ്യോതിസ് കത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ശബരിമലയെല്ലാം കാണാം അവ്യക്തമായിട്ട്. താഴെ ഡീപ്പ് താഴെ നിന്ന് കാട്ടിനകത്ത് പുകയും ലൈറ്റും ഇതെല്ലാം ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ അവിടെ പോയപ്പോഴേ ഒരു ചെറിയ തിക്ക് ഫോറസ്റ്റ് ഒരു പ്രദേശം, അതിനകത്ത് ഈ ദേവസ്വം ബോർഡിൻ്റെ കുറേ ആൾക്കാരും ഒരു 5-6 പോലീസുകാർ, ഒരു ജീപ്പിലെ പോലീസുകാരും അവിടെ ഉണ്ട്. ഒരു SIയും കുറേ പോലീസ് കോൺസ്റ്റബിളും മാത്രമുണ്ട്. അവർ ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. ഒരു 5:30 ആയപ്പോൾ അവരും ഞങ്ങളും എല്ലാം കൂടെ നടന്ന് ഈ പതിവായിട്ട് കത്തിക്കുന്ന ഒരു പാറപ്പുറമുണ്ട്. ശബരിമലയിൽ നിന്ന് നോക്കിയാൽ കിഴക്ക് വടക്കായിട്ട് ഭാഗുന്ന ഒരു പാറപ്പുറമാണ്. അതൊരു പരന്ന പാറയാണ്. ആ പാറയിൽ ഒരു നക്ഷത്രം കൊത്തിവെച്ചിട്ടുണ്ട്. ആരോ പോയി കൊത്തിവെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെ മലയാളത്തിൽ കുറിപ്പുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പാറയിൽ ഈ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുവന്നത് പച്ചക്കർപ്പൂരം, നല്ല വിലപിടിപ്പുള്ളതാണ്. ഒരു ഷീറ്റായിട്ടിരിക്കും, വലിയ വലിയ കട്ടിയുള്ള കർപ്പൂരമാണ്. അത് നല്ല ബ്ലൂയിഷ് വൈറ്റ് ഫ്ലെയിം കത്തും.
ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ ഒരു വലിയ വട്ട അലുമിനിയം പാത്രത്തിൽ പകുതി മണ്ണ് നിറച്ചിട്ട് എന്നിട്ട് ഈ കർപ്പൂരം എല്ലാം അടുക്കി. കറക്റ്റ് ഈ 6:30 സമയമായപ്പോൾ എന്തോ ഒരു സിഗ്നൽ അവിടെ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കയ്യിൽ ഇരുന്നവരുടെ കയ്യിലും ഒരു റേഡിയോ ഒക്കെ ഉണ്ട്, റേഡിയോ ഒക്കെ ഉണ്ട്. അന്ന് കത്തിച്ചത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ നെഹ്റു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയത്. അതേപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഗോപിനാഥൻ, അയാൾ ചെങ്ങന്നൂരിലെ അവിടെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡ്രൈവറാണ്. അയാളാണ് ഞങ്ങൾ അന്വേഷണത്തിൽ വളരെ മുമ്പേ കാലം കൊണ്ടേ കഴിക്കുന്നത്. അപ്പോൾ അവരൊരു ആഘോഷം പോലെ അവിടെ പോകുന്നു, ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. വൈകിട്ടൊരു 6:30-35 ആകുമ്പോൾ തീ കൊളുത്തും, കർപ്പൂരത്തിന് തീ കൊളുത്തും, ഉയർത്തി കാണിക്കും. അപ്പോൾ ഞാനും കൂടെ അന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് പ്രതികരിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, ഇപ്പോൾ എങ്ങനെയാണ് മകരജ്യോതിസ് പഠിക്കുക എന്നുള്ളതാണ് പരിപാടി. അതുകൊണ്ട് ഞങ്ങളും കൂടെ ഇത് കർപ്പൂരമെല്ലാം അടുക്കി വെച്ച് തീ കത്തിക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 30 ലക്ഷം പേര് അപ്പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ അവരെ പറ്റിക്കുന്ന ജോലിയിൽ നമുക്കും കൂടെ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് കർപ്പൂരത്തിൽ തീ കൊളുത്ത് ഞാനും കൂടെ സഹായിച്ചു. ഈ ഗോപിനാഥൻ ഒരിക്കൽ എടുത്ത് ഉയർത്തി കാണിക്കുക, അത് കഴിഞ്ഞിട്ട് താഴെ വെച്ചിട്ട് ഒരു നനഞ്ഞ ചാക്കുണ്ട്, ചാക്ക് വെച്ച് മൂടും. അപ്പോൾ അത് ഫ്ലെയിമെല്ലാം അണയും, വീണ്ടും കത്തിക്കും, വീണ്ടും ഉയർത്തിക്കണം. അത് അങ്ങനെ 3 പ്രാവശ്യം കത്തിക്കുക. ഈ കർപ്പൂരമെല്ലാം ഇവിടെ തട്ടിയിട്ടിഞ്ഞ് പോരും. അത് തന്നെയാണ് മകരജ്യോതിസ്.